ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കേ പൊന്നാങ്കണ്ണി ചീര കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് ഒരു തോരൻ ഉണ്ടാക്കാം. ഇവിടെ അയ്യത്ത് ഇഷ്ടം പോലെ ചീരയുണ്ട്, പൊന്നാങ്കണ്ണി ചീരയുണ്ട്. അപ്പം ഞാനത് കണ്ടിച്ച് കൊണ്ടുവന്ന് കഴുകി അതിൻ്റെ ഇലയൊക്കെ ഊരി തണ്ടിൽ നിന്ന് വേർപെടുത്തി അത് കഴുകി എടുത്ത് കൊണ്ടുവന്ന് വെച്ചേക്കുവാണ്. ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാനൊരു തണ്ട് എടുത്ത് മാറ്റി വെച്ചിരുന്നതാണ് അത്. അതൊരു വയലറ്റ് നിറത്തിലെ തണ്ടിലാണ് ഈ ഇതുണ്ടാവുന്നത്. അങ്ങനെയാണ് ഈ ചെടി നിൽക്കുന്നത്. അപ്പം ഇത് നമ്മൾ തോരൻ വയ്ക്കുകയൊക്കെ ചെയ്യും. ഇവിടെ കണ്ണിൻ്റെ കാഴ്ചശക്തിക്കൊക്കെ ഏറ്റവും ഉത്തമമാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഇത് ഞങ്ങളിവിടെ ഇഷ്ടംപോലെ, ഞാൻ ഒരു മൂട് കൊണ്ട് നട്ടതാണ്. ഇഷ്ടം പോലെ അയ്യത്ത് പടർന്ന് പന്തലിച്ച് കിടപ്പുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ അയച്ചു തരുന്നതായിരിക്കും. വേണമെങ്കിൽ ഞാൻ ഫോൺ നമ്പർ ഇതിൽ കൊടുത്തേക്കാം. പിന്നെ അങ്ങനെ ആ ഇല നമ്മൾ തണ്ടിൽ നിന്ന് വേർപെടുത്തിയ ഇല കുഞ്ഞായിട്ട് അരിഞ്ഞ് എടുക്കുകയാണ്. അതിന് ഇലയെല്ലാം അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ചതയ്ക്കാൻ വേണ്ടി, അതിന് പീരയ്ക്ക് വേണ്ടിയിട്ടേ തേങ്ങ എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഉണ്ടമുളക് 2-3 ഉണ്ടമുളകും കൂടെ എടുത്ത്, പിന്നെ കുറച്ച് ചുമന്നുള്ളിയും കൂടെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കൊണ്ടുപോയി ചതച്ച് കൊണ്ടുവരാം. മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൾസ് ചെയ്താൽ മതി. പിന്നെ അടുപ്പിലേക്ക് പാത്രം വെച്ചു. ഇനി കടുവറുത്ത് നമുക്കത് ഉണ്ടാക്കാം. അതിന് വേണ്ടി പാത്രം ചൂടായപ്പോഴത്തേക്ക് അത് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് സ്വല്പം കടുക് ഇട്ട് കൊടുക്കാം. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഈ ഇലയുടെ ഗുണങ്ങളെക്കുറിച്ചൊക്കെ അറിയാൻ പറ്റും. പിന്നെ അപ്പോൾ ഞാൻ ചതച്ചതിനകത്ത് മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നു. അങ്ങനെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഞാൻ ചതച്ച് വെച്ചിരിക്കുന്ന പീരയും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടാക്കി ഇതിനകത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഉപ്പിട്ടില്ലല്ലോ. കുറച്ച് ഉപ്പും ഇനി അതിനകത്തോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇല കൂടി ഇട്ട് കൊടുക്കാം. ഇല ഇപ്പോൾ ഒത്തിരി ഉള്ളതായിട്ട് നമുക്ക് തോന്നും, പക്ഷേ അത് ആവി കയറുമ്പോൾ അതങ്ങ് താന്നു പോകും. നമുക്ക് അടച്ചു വെച്ചൊന്ന് ആവി കയറ്റിയെടുക്കാം. ആവിയൊക്കെ കയറി വന്നപ്പോഴത്തേക്കാണ് കേട്ടോ അതങ്ങ് താന്ന്. മുമ്പേ പാത്രം നിറച്ചും ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇച്ചിരി ആയത് കണ്ടോ. അതാണ് ഇലക്കറികളുടെ ഇത്. ഇനി അത് ഒന്ന് ആവി കയറി വന്നതേ ഉള്ളൂ. ഇനി ഒന്നും കൂടെ നമുക്കൊന്ന് അടച്ചു വെച്ചാൽ ഒന്ന് വേവിക്കട്ടെ. അതിലുള്ള വെള്ളമൊക്കെ വറ്റി മാറി തോത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ഒരു ചെറിയ ഒരു ചവർപ്പുണ്ട്.
അല്ലെങ്കിലും ഗുണങ്ങളൊക്കെ ഉള്ളതിനൊക്കെ ഒരു ഇച്ചിരി എന്തെങ്കിലും ഒരു ഇത് കാണുമല്ലോ. എങ്കിലും നല്ല ടേസ്റ്റാണ്. ഞങ്ങളിവിടെ ഇടയ്ക്കിടയ്ക്ക് കറി വെച്ച് കൂട്ടാറുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. നല്ലൊരു തോരനാണ്. ഇലക്കറികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബായ്.